അതെ, അത് ചിലപ്പോൾ സംഭവിച്ചേക്കാം. ഇസ്രായേലിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പുതിയ തിരഞ്ഞെടുപ്പ് സർവേകൾ പ്രവചിക്കുന്നത് ഒന്നു മാത്രമാണ്: ഇസ്രായേൽ രാഷ്ട്രീയത്തിലെ അധികായൻ ബെഞ്ചമിൻ നെതന്യാഹു ഇത്തവണ പരാജയപ്പെട്ടേക്കാം. ഒക്ടോബർ 27 നടക്കാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പ് നെതന്യാഹുവിന്റെ രാഷ്ട്രീയ അന്ത്യത്തിന് വഴിവെക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ വിലയിരുത്തുന്നത്. 1988 ശേഷം ആദ്യമായാണ് കേട്ടോ ഇസ്രായേലിൽ ഒരു സർക്കാർ കാലാവധി തികച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്നാൽ ഈ ചരിത്ര നിമിഷം നെതന്യാഹുവിന് സംഭവിക്കാൻ പോകുന്നത് കനത്ത തിരിച്ചടിയാണെന്നുള്ള ചില സൂചനകളാണ്. കഴിഞ്ഞ 2 വർഷമായി കടുത്ത രാഷ്ട്രീയ അസ്ഥിരതയിലൂടെയാണ് കേട്ടോ നെതന്യാഹുവിന്റെ തീവ്ര വലതുപക്ഷ സർക്കാർ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണം നെതന്യാഹുവിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് ഏൽപ്പിച്ചത് വലിയ രീതിയിലുള്ള മങ്ങലായിരുന്നു. ഇസ്രായേലിന്റെ സുരക്ഷാ കാവൽക്കാരനെന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന നെതന്യാഹുവിന് പക്ഷേ 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. രാജ്യത്ത് തുടരുന്ന യുദ്ധഭീതിയും വെടിനിർത്തൽ കരാറുകൾ തുടർച്ചയായി ലംഘിക്കപ്പെടുന്നതും ജനങ്ങൾക്കിടയിലും കടുത്ത രോക്ഷമുണ്ടാക്കിയിട്ടുണ്ട്. സ്വന്തം അധികാരം നിലനിർത്താൻ വേണ്ടി മാത്രമാണ് നെതന്യാഹു യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നതെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ഇസ്രായേൽ ജനതയും ഇപ്പോൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇതിനു പുറമെ വർഷങ്ങളായി തുടരുന്ന അഴിമതി കേസുകളും അദ്ദേഹത്തിന്റെ നിലയെ പരുങ്ങലിലാക്കിയിട്ടുണ്ട്. സർവേകളിൽ നെതന്യാഹുവിനെ പിന്നിലാക്കി മുന്നേറുന്നത് മുൻ സൈനിക മേധാവി കൂടിയായ ഗാഡി ഐസൻകോട്ടാണ്. അദ്ദേഹത്തിന്റെ പുതിയ പാർട്ടിയായ യാഷർ നെതന്യാഹുവിന്റെ ഭരണകക്ഷിയേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടുമെന്നാണ് പുതിയ പ്രവചനം. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആര് വരണമെന്ന ചോദ്യത്തിനും ജനങ്ങൾ നെതന്യാഹുവിനേക്കാൾ കൂടുതൽ മാർക്ക് നൽകുന്നത് ഐസൻകോട്ടിന് തന്നെയാണ്. യുദ്ധത്തിൽ സ്വന്തം മകനെയും 2 സഹോദരപുത്രന്മാരെയും നഷ്ടപ്പെട്ട ഐസൻകോട്ടിന്റെ വ്യക്തിപരമായ ത്യാഗങ്ങൾ ജനങ്ങൾക്ക് മുന്നിലുണ്ട്. സർവേകൾ ശരിയായാൽ നെതന്യാഹുവിന്റെ സഖ്യത്തിന് പരമാവധി 51 സീറ്റുകൾ മാത്രമേ നേടാനാകൂ. ഭരണം പിടിക്കാൻ വേണ്ടത് 61 സീറ്റുകളാണ്. അന്താരാഷ്ട്ര തലത്തിൽ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദവും അയൽ രാജ്യങ്ങളുമായുള്ള സംഘർഷവും മൂലം ഇസ്രായേൽ സമൂഹം വലിയ ഭിന്നിപ്പിലാണ് കേട്ടോ. ഒരു വശത്ത് സുരക്ഷാ പ്രതിസന്ധികളും മറുഭാഗത്ത് സർക്കാരിന്റെ ഭരണവീഴ്ചകളും അഴിമതി ആരോപണങ്ങളും നിലനിൽക്കുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായകമായ ഒരു പരീക്ഷണം തന്നെയായിരിക്കും. അതോടൊപ്പം ഈ തിരഞ്ഞെടുപ്പ് ഇസ്രായേലിന്റെ ഭാവി നയങ്ങളെയും പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളെയും വലിയ രീതിയിൽ സ്വാധീനിക്കാനുള്ള സാധ്യതയുമുണ്ട്.